ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും നിശബ്ദവും ഏറ്റവും ആഴമുള്ള ജ്ഞാനവും നിറഞ്ഞ ഒരു ദൈവത്തിന്റെ കഥയാണ്. ശിവഭഗവാൻ മനുഷ്യർക്ക് നൽകിയ ജീവിതത്തിന്റെ ആഴത്തിലുള്ള ഉപദേശങ്ങളും പാഠങ്ങളും. ശബ്ദത്തിനപ്പുറമുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞവൻ, ശക്തിയിലേക്കാൾ സമാധാനത്തെ തിരഞ്ഞെടുത്തവൻ, നാശത്തിലൂടെ സൃഷ്ടിയുടെ അർത്ഥം പഠിപ്പിച്ചവൻ. അവൻ കൈലാസത്തിൽ നിശബ്ദമായിരിക്കുന്ന ഒരാൾ മാത്രമല്ല, അവൻ സമയത്തെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തിയാണ് ശിവൻ. ചിലർ അവനെ നാശത്തിന്റെ ദൈവമെന്ന് വിളിക്കുന്നു, ചിലർ അവനെ യോഗികളുടെ രാജാവെന്ന് വിശ്വസിക്കുന്നു, ചിലർ അവനെ ഭയപ്പെടുന്നു, മറ്റു ചിലർ അവനെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരു സത്യം എല്ലായിടത്തും ഒരുപോലെയാണ്: അവൻ മനുഷ്യർക്ക് ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചവനാണ്. ഒരു ചോദ്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ശിവൻ എല്ലാം ഉപേക്ഷിച്ച് നിശബ്ദതയിലിരിക്കുന്നത്? ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമെന്താണ്? തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് സമയത്താണ് എന്നോടൊപ്പം ഈ കഥ കേൾക്കുന്നത് എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കേരളത്തിലായാലും വിദേശത്തായാലും നിങ്ങളുടെ നാടും പേരും കമന്റിൽ എഴുതാമോ? ഇനി നമുക്ക് ആ നിശബ്ദതയുടെ ലോകത്തിലേക്ക് കടക്കാം. കൈലാസത്തിന്റെ മഞ്ഞുമൂടിയ ശിഖരങ്ങളിലേക്ക്, ശിവൻ നമ്മെ പഠിപ്പിച്ച ജീവിതത്തിന്റെ രഹസ്യങ്ങളിലേക്ക്, ശിവന്റെ ലോകത്തിലേക്ക്. കൈലാസത്തിന്റെ മഞ്ഞുമൂടിയ താഴ്വരകളിൽ കാറ്റുപോലുമൊന്ന് തങ്ങി നിൽക്കാൻ ഭയപ്പെടുന്ന നിമിഷം. ചുറ്റിലും വെളുത്ത മഞ്ഞുപാളികൾ, ആകാശത്തിന് കടും നീലനിറം. അവിടെ ആ വലിയ പാറപ്പുറത്ത് ഒരു രൂപം അനക്കമില്ലാതെയിരിക്കുന്നു. കണ്ണുകൾ പകുതി അടഞ്ഞ നിലയിൽ, ശ്വാസോച്ഛ്വാസം പോലും പ്രകൃതിയുടെ താളത്തിനൊപ്പം ലയിച്ചു ചേർന്നിരിക്കുന്നു. അത് ശിവനാണ്. അദ്ദേഹത്തിനു ചുറ്റും ലോകം അവസാനിക്കുന്നില്ല, തുടങ്ങുന്നുമില്ല. കാലം അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ ലോകം മുഴുവൻ ബഹളമയമാകുമ്പോഴും, ദേവന്മാരും അസുരന്മാരും അധികാരത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും, പ്രകൃതി അതിന്റെ സംഹാരരൂപം പുറത്തെടുക്കുമ്പോഴും, ശിവൻ മാത്രം എങ്ങനെ ഇത്ര ശാന്തനായിരിക്കുന്നു? ആ നിശബ്ദത വെറുമൊരു മൗനമല്ല, അത് പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു മഹാമൗനമാണ്. നമ്മൾ പുറത്തെ ലോകത്ത് സമാധാനം തിരഞ്ഞു നടക്കുമ്പോൾ, ശിവൻ തന്റെ ഉള്ളിലെ ലോകത്ത് അഭയം കണ്ടെത്തുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ ഒരു വലിയ തിരമാല പോലെ നിങ്ങളെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ശാന്തനായിരിക്കാൻ കഴിയും? ശിവന്റെ ആ ഇരിപ്പ് നമ്മോട് പറയുന്ന വലിയൊരു സത്യമാണ്: പുറത്തെ ലോകം എത്രയൊക്കെ പ്രക്ഷുബ്ധമായാലും നിന്റെ ഉള്ളിലെ സമാധാനം നിന്റെ മാത്രം കൈകളിലാണെന്ന സത്യം. ശിവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചന്ദ്രക്കല തെളിഞ്ഞു നിൽക്കുന്നു. ആ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു. മനസ്സിനെ നിയന്ത്രിച്ചവൻ, സമയത്തെയും വികാരങ്ങളെയും കീഴടക്കിയവൻ. നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ചെറിയ പരാജയങ്ങളിൽ തളരുന്നു. എന്നാൽ ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് അടങ്ങാത്ത കടൽ പോലെയാകുക എന്നാണ്. ഉപരിതലത്തിൽ തിരമാലകളുണ്ടാകാം, പക്ഷേ ആഴങ്ങളിൽ നീ ശാന്തനായിരിക്കണം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വലിയ അറിവുകളല്ല, മറിച്ച് നിന്റെ ഉള്ളിലെ ഈ നിശബ്ദതയെ കണ്ടെത്താനുള്ള കഴിവാണ്. തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം കണ്ണടച്ചിരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ നീ ശിവനെ തൊട്ടറിയുന്നു. മനുഷ്യർ പൊതുവെ ഏകാന്തതയെ ഭയപ്പെടുന്നവരാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയം തോന്നും, ആരോടും സംസാരിക്കാനില്ലെങ്കിൽ ശൂന്യത അനുഭവപ്പെടും. എന്നാൽ കൈലാസത്തിലെ ആ ഏകാന്തതയിൽ ശിവൻ അങ്ങേയറ്റം ആനന്ദവാനാണ്. അദ്ദേഹം ആരെയും കാത്തിരിക്കുന്നില്ല, ഒന്നിനും വേണ്ടി ദാഹിക്കുന്നില്ല. ഇവിടെയാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ വലിയ പാഠം ഒളിഞ്ഞിരിക്കുന്നത്. നിന്റെ സന്തോഷത്തിന് നീ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ സ്വാതന്ത്ര്യമാണ് പണയം വയ്ക്കുന്നത്. ശിവൻ പഠിപ്പിക്കുന്നത് സ്വന്തം അസ്തിത്വത്തിൽ സന്തോഷം കണ്ടെത്താനാണ്. നീ നിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പ്രപഞ്ചം തന്നെയുണ്ട്. ലോകം നിന്നെ അംഗീകരിച്ചാലുമില്ലെങ്കിലും നീ നിന്നെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ ആ നിശബ്ദതയിൽ നീ നിന്റെ ദൈവത്തെ കണ്ടെത്തുന്നു. നിശബ്ദത ഒരു കുറവല്ല, മറിച്ച് അത് ഏറ്റവും വലിയ ശക്തിയാണ്. വാക്കുകൾ തോൽക്കുന്നിടത്ത്, ചിന്തകൾ അവസാനിക്കുന്നിടത്ത്, അവിടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു. ഹിമാലയത്തിന്റെ ശാന്തതയിൽ നിന്നും നമ്മളിപ്പോൾ നീങ്ങുന്നത് പാലാഴിയുടെ തീരത്തേക്കാണ്. അവിടെ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ടുള്ളതല്ല, മറിച്ച് അമൃതിനു വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടുള്ള യുദ്ധം.
ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു ചേർന്ന് മന്ദരപർവ്വതം മത്താക്കി വാസുകിയെ കയറാക്കി പാലാഴി കടയുന്നു. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: മരണമില്ലാതാക്കുന്ന അമൃത്. എല്ലാവരും ലാഭത്തിനു വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഓരോരുത്തരും തങ്ങൾക്കെന്ത് കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്നു. എന്നാൽ പെട്ടെന്ന് പാലാഴിയിൽ നിന്നുയർന്നു വന്നത് അമൃതല്ലായിരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ശേഷിയുള്ള ഭയാനകമായ കറുത്ത പുകയോടെ കാളകൂടമെന്ന വിഷം പുറത്തേക്കൊഴുകി. ആ നിമിഷം വരെ അമൃതിനു വേണ്ടി ആവേശം കാട്ടിയവരെല്ലാം ഭയന്നോടി. ആർക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ലോകം നശിക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ എല്ലാവരും നോക്കിയത് കൈലാസത്തിലേക്കാണ്, അവിടെ ആ നിശബ്ദതയിലിരിക്കുന്നവന്റെ അടുത്തേക്ക്. വിഷം പടരുകയാണ്. പ്രപഞ്ചം ശ്വാസം മുട്ടുന്നു. ആ സമയത്താണ് ശിവൻ പതുക്കെ കണ്ണു തുറക്കുന്നത്. അദ്ദേഹം പരിഭ്രാന്തനായില്ല. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തിയില്ല. ലോകത്തെ രക്ഷിക്കാൻ ആ വിഷം സ്വയം കുടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സങ്കൽപ്പിച്ചു നോക്കൂ, ലോകം മുഴുവൻ ഉപേക്ഷിച്ച, ലോകം ഭയപ്പെട്ട ആ വലിയ വിപത്തിനെ ശിവൻ തന്റെ കൈവെള്ളയിലെടുത്തു. അത് പതുക്കെ പാനം ചെയ്തു. പാർവതീദേവി ഓടിയെത്തി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ അമർത്തിപ്പിടിച്ചു. വിഷം ശരീരമാകെ പടർന്നില്ല, പകരം അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ നീലനിറമായി തങ്ങിനിന്നു. അങ്ങനെ അദ്ദേഹം നീലകണ്ഠനായി. ഈ നിമിഷം വെറുമൊരു പുരാണകഥയല്ല, അത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ വരുമ്പോൾ അവകാശവാദവുമായി മുന്നോട്ട് വരും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു വിഷം വരുമ്പോൾ, നമ്മളത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചോടിപ്പോകാൻ ശ്രമിക്കും. ശിവൻ ആ വിഷം കുടിച്ചത് തനിക്കെന്തെങ്കിലും ലാഭം കിട്ടാനായിരുന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു. ഇവിടെയാണ് ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ പാഠം. മറ്റുള്ളവർക്കു വേണ്ടി കയ്പുനീർ കുടിക്കാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വാക്കുകളായും പ്രവൃത്തികളായും വിഷം വരാം. മറ്റുള്ളവരുടെ ദേഷ്യം, അസൂയ, പരിഹാസം ഇതെല്ലാം കാളകൂട വിഷം പോലെയാണ്. അതുള്ളിലേക്കെടുത്താൽ നിന്റെ മനസ്സ് നശിക്കും. അത് പുറത്തേക്ക് തുപ്പിയാൽ നിനക്ക് ചുറ്റുമുള്ള ലോകം നശിക്കും. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ തിന്മകളെ നിന്റെ ആത്മാവിനെ സ്പർശിക്കാൻ അനുവദിക്കരുത്, എന്നാൽ അവയെ തിരിച്ചു നൽകി ലോകത്തെ മലിനമാക്കുകയും ചെയ്യരുത്. സഹിഷ്ണുത എന്നാൽ തോറ്റുകൊടുക്കലല്ല, മറിച്ച് ലോകത്തിന്റെ ഭാരം ഏറ്റെടുക്കാനുള്ള കരുത്താണ്. നീ നിന്റെ വേദനകളെ ലോകത്തിന് ഗുണകരമായ രീതിയിൽ പരിവർത്തനം ചെയ്യുമ്പോൾ നീയും നിന്റെ ഉള്ളിലെ ശിവനെ കണ്ടെത്തുകയാണ്. വിഷത്തെ നീലനിറമുള്ള ലാവണ്യമാക്കി മാറ്റിയ ആ മഹാദേവൻ നമ്മോട് പറയുന്നത് ഇതാണ്: പ്രതിസന്ധികളിൽ തളരരുത്, അവയെ നിന്റെ വ്യക്തിത്വത്തിന്റെ അടയാളമാക്കി മാറ്റുക. നമ്മുടെ കഥ ഇപ്പോൾ നീങ്ങുന്നത് അധികാരത്തിന്റെ അഹങ്കാരം നിറഞ്ഞ ഒരു സദസ്സിലേക്കാണ്. പ്രജാപതിയായ ദക്ഷന്റെ യാഗശാല. അവിടെ സർവ്വ ഐശ്വര്യങ്ങളുമുണ്ട്, ലോകത്തിലെ പ്രമുഖരെല്ലാമുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യത്തിന്റെ അഭാവം ആ യാഗശാലയെ ഇരുട്ടിലാക്കുന്നു. അത് ആദരവില്ലായ്മയാണ്. തന്റെ മകളുടെ ഭർത്താവായ ശിവനെ ക്ഷണിക്കാതെ അപമാനിച്ച ദക്ഷൻ തന്റെ അധികാരത്തിൽ അന്ധനായിരുന്നു. സതീദേവി തന്റെ പ്രിയതമന്റെ അവഹേളനത്തിൽ മനം നൊന്തിൽ അഗ്നിയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ കൈലാസത്തിലെ ആ ശാന്തനായ യോഗി അത്യുഗ്രരൂപിയായി മാറി. ശിവന്റെ ജടയിൽ നിന്ന് വീരഭദ്രൻ ജനിക്കുന്നു. അഹങ്കാരത്തിന്റെ കോട്ടകൾ തകരുന്നു. ദക്ഷന്റെ തല കൊയ്യപ്പെടുന്നു. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. സംഹാരത്തിനു ശേഷം ശിവൻ വീണ്ടും ശാന്തനാകുന്നു. അദ്ദേഹം ദക്ഷന് മാപ്പ് നൽകുന്നു. ഒരാടിന്റെ തല നൽകി അവനെ പുനർജീവിപ്പിക്കുന്നു. എന്തിനായിരുന്നു ആ സംഹാരം? അത് ദക്ഷനെ കൊല്ലാനായിരുന്നില്ല, മറിച്ച് അവന്റെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിരുന്നു. ശിവന്റെ ശരീരമാസകലം ഭസ്മം പൂശിയിരിക്കുന്നു. രാജാക്കന്മാർ സ്വർണ്ണാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിക്കുമ്പോൾ പ്രപഞ്ചനാഥനായ ശിവൻ വെണ്ണീരിൽ സന്തോഷം കണ്ടെത്തുന്നു. എന്തുകൊണ്ടാണ് ഈ ഭസ്മം? അത് മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ്. നമ്മൾ ഇന്ന് അഹങ്കരിക്കുന്ന ഈ ശരീരം, ഈ സൗന്ദര്യം, നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന ഈ സ്വത്തുക്കൾ, ഇതെല്ലാം ഒരു ദിവസം ഒരു പിടി ചാരമായി മാറുമെന്ന സത്യം. ഭസ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉത്ഭവത്തെയും അന്ത്യത്തെയുമാണ്. അഹങ്കാരം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നു. ഞാൻ എന്ന ഭാവം തലയ്ക്ക് പിടിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ചെറുതായി കാണാൻ തുടങ്ങുന്നു. ശിവൻ ഭസ്മം പൂശുന്നത് വഴി നമ്മോട് പറയുന്നത് ഇതാണ്: നീ വെറും മണ്ണാണ്, മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ്. പിന്നെ എന്തിനാണ് ഈ അഹങ്കാരം? ഈ സത്യം തിരിച്ചറിയുന്നവൻ ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കില്ല. അവൻ എല്ലാവരിലും തന്നെ കാണാൻ തുടങ്ങും. ശിവന്റെ ജടയിൽ ഗംഗാദേവി കുടികൊള്ളുന്നു. സ്വർഗത്തിൽ നിന്ന് അതിശക്തമായി ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ തന്റെ ജടയിൽ താങ്ങി നിർത്തിയത് ശിവനാണ്.
ആ വേഗതയെ, ആ ഗർവിനെ അദ്ദേഹം പതുക്കെ തന്നിലേക്ക് ആവാഹിച്ചു. എന്നിട്ടതിനെ ശാന്തമായൊരു അരുവി പോലെ ഭൂമിയിലേക്ക് ഒഴുക്കിവിട്ടു. ഇവിടെയാണ് ജീവിതത്തിന്റെ മൂന്നാമത്തെ പാഠം. നിന്റെ ശക്തി നിന്നെ അഹങ്കാരിയാക്കരുത്, മറിച്ച് നിന്നെ കൂടുതൽ വിനയമുള്ളവനാക്കണം. ഗംഗാപ്രവാഹം പോലെ വലിയ അറിവുകളോ പണമോ അധികാരമോ നിനക്ക് ലഭിക്കുമ്പോൾ അത് ശിവന്റെ ജട പോലെ പക്വതയോടെ സ്വീകരിക്കുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പകർന്നു നൽകുക. ശിവനൊരു ശ്മശാനത്തിലിരിക്കുമ്പോഴും ഹിമാലയത്തിന്റെ മുകളിലിരിക്കുമ്പോഴും ഒരേപോലെയാണ്. അദ്ദേഹത്തിന് പുകഴ്ത്തലുകളും ഇകഴ്ത്തലുകളും ഒരേപോലെയാണ്. യഥാർത്ഥത്തിൽ അഹങ്കാരമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത്രയധികം ശാന്തനായിരിക്കാൻ കഴിയൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്പം അഹങ്കാരം മാറ്റി നിർത്തിയാൽ അവിടെ സമാധാനത്തിന്റെ ഗംഗ ഒഴുകാൻ തുടങ്ങും. നിന്റെ വിനയമാണ് നിന്റെ ഏറ്റവും വലിയ കിരീടം. നമ്മൾ സാധാരണയായി ദൈവങ്ങളെ സങ്കൽപ്പിക്കുന്നത് സ്വർണ്ണ സിംഹാസനങ്ങളിലും പട്ടുവസ്ത്രങ്ങളിലും രത്നമാലകളിലും അലങ്കൃതരായാണ്. എന്നാൽ കൈലാസത്തിലെ ആ മഹാദേവനെ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിന് കൊട്ടാരങ്ങളില്ല, സിംഹാസനങ്ങളില്ല. ഒരു പുലിത്തോൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം. കഴുത്തിൽ തങ്കമാലകൾക്കു പകരം പാമ്പുകൾ ചുറ്റിയിരിക്കുന്നു. ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾക്കു പകരം ശ്മശാനത്തിലെ ഭസ്മം. ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും തന്റെ പാതുക്കൽ വന്നു വീഴാൻ കാത്തുനിൽക്കുമ്പോഴും ശിവൻ തിരഞ്ഞെടുത്തത് ഈ ലാളിത്യമാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമയായിട്ടും അദ്ദേഹം ഒരു യോഗിയെപ്പോലെ ജീവിക്കുന്നു. ചുറ്റുമുള്ളവർ സ്വർണത്തിനു പിന്നാലെ പായുമ്പോൾ ശിവൻ പ്രകൃതിയോട് ചേർന്ന് മഞ്ഞിന്റെ തണുപ്പിലും കാറ്റിന്റെ സംഗീതത്തിലും സന്തോഷം കണ്ടെത്തുന്നു. ഈ കാഴ്ച നമ്മോട് ചോദിക്കുന്നത് ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ സന്തോഷത്തിന് എത്രത്തോളം വസ്തുക്കൾ ആവശ്യമാണ്? നമ്മൾ വീടിനു വേണ്ടിയും വാഹനങ്ങൾക്കു വേണ്ടിയും വലിയ ബാങ്ക് ബാലൻസിനു വേണ്ടിയും ഓടുമ്പോൾ യഥാർത്ഥ ജീവിതം നമ്മുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോവുകയാണോ? ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന ആ സർപ്പങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ മനുഷ്യർ ഭയത്തോടെ ഓടിയകലുന്ന ആ ജീവികളെ അദ്ദേഹം തന്റെ ആഭരണമായി മാറ്റിയിരിക്കുന്നു. ഇത് വെറുമൊരു അലങ്കാരമല്ല. ഭയത്തെയും വിഷത്തെയും തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവയെ മെരുക്കിയെടുക്കുന്ന മനസ്സിന്റെ അടയാളമാണത്. നമ്മുടെ ജീവിതത്തിലും പലതരം ഭയങ്ങളുണ്ട്. മരണഭയം, ദാരിദ്ര്യഭയം, പരാജയഭയം. ശിവന്റെ ഈ ലളിതമായ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ഉള്ളിലെ ഭയത്തെ നീ തിരിച്ചറിയുകയും അതിനെ നിന്റെ നിയന്ത്രണത്തിലാക്കുകയും വേണമെന്നാണ്. ഭയത്തെ അകറ്റി നിർത്തുകയല്ല, മറിച്ച് അതിനെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതരീതി നമ്മോട് പറയുന്നത് നിനക്കൊന്നുമില്ലാതിരിക്കുമ്പോഴും നീ പൂർണ്ണനാണ് എന്നാണ്. ബാഹ്യമായ ആഡംബരങ്ങൾ നിന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നില്ല. നിന്റെ ഉള്ളിലെ ശാന്തതയും വിവേകവുമാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത്. ഇവിടെയാണ് ജീവിതത്തിലെ നാലാമത്തെ വലിയ പാഠം. ഒന്നിനോടും അമിതമായ ആസക്തി ഇല്ലാതെ ജീവിക്കുക. നിസ്സംഗതയെന്നാൽ സ്നേഹമില്ലായ്മയല്ല. ശിവൻ പാർവതീദേവിയെ സ്നേഹിച്ചു, തന്റെ ഭക്തരെ സ്നേഹിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നിനും അടിമയായില്ല. നമ്മൾ പലപ്പോഴും വസ്തുക്കളോടും വ്യക്തികളോടും അമിതമായി ഒട്ടിനിൽക്കുന്നു. അവ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ലോകം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ശിവൻ പഠിപ്പിക്കുന്നത് ഒരു താമര ഇലയിലെ വെള്ളം പോലെയാകാനാണ്. വെള്ളത്തിലിരിക്കുമ്പോഴും അത് ഇലയിൽ പറ്റിപ്പിടിക്കുന്നില്ല. ജീവിതത്തിലെല്ലാം അനുഭവിക്കുക, പക്ഷേ ഒന്നും നിന്റെ സമാധാനത്തെ കവർന്നെടുക്കാൻ അനുവദിക്കരുത്. കൈലാസത്തിലെ ആ മഞ്ഞുകട്ടയിലിരിക്കുമ്പോഴും ശിവൻ അനുഭവിക്കുന്ന ആ വലിയ സ്വാതന്ത്ര്യം നിനക്കും ലഭിക്കും, നീ നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ. ലാളിത്യമെന്നത് ദാരിദ്ര്യമല്ല, അത് ആന്തരികമായ സമൃദ്ധിയാണ്. ലോകം മുഴുവൻ നിന്റേതാണെന്നും എന്നാൽ നീ ലോകത്തിൻ്റേതല്ലെന്നും തിരിച്ചറിയുന്ന നിമിഷം നീയും ഒരു യോഗിയായി മാറുന്നു. കൈലാസത്തിന്റെ നെറുകയിൽ കാറ്റുകൾ നിശ്ചലമാകുന്നു. നക്ഷത്രങ്ങൾ ഭയത്തോടെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഡമരുവിന്റെ നാദമുയരുന്നു. ഡിം ഡിം എന്ന ആ ശബ്ദം പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പായി മാറുന്നു. ശിവനാടുകയാണ്. ആനന്ദതാണ്ഡവം. അദ്ദേഹത്തിന്റെ ഓരോ ചുവടിലും ഭൂമി വിറയ്ക്കുന്നു. ജടകൾ കാട്ടിൽ പറക്കുന്നു. ചുറ്റിലും അഗ്നിജ്വാലകൾ. ഒരു വശത്ത് സൃഷ്ടിയുടെയും മറുവശത്ത് സംഹാരത്തിന്റെയും താളം. ഈ നൃത്തം വെറുമൊരു പ്രകടനമല്ല, അത് കാലത്തിന്റെ പ്രവാഹമാണ്. പഴയതിന് നശിപ്പിച്ച് പുതിയതിന് വരവേൽക്കുന്ന പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത നിയമം. നമ്മൾ നാശത്തെ ഭയപ്പെടുന്നു. എന്തെങ്കിലും അവസാനിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. എന്നാൽ ശിവന്റെ താണ്ഡവം നമ്മോട് പറയുന്നത് ഒരവസാനമുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു തുടക്കം സാധ്യമാകൂ എന്നാണ്. ആ ചുവടുകൾക്കിടയിൽ അദ്ദേഹം തന്റെ കാലിനടിയിൽ ഒരു രൂപത്തെ ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട്.
അത് അപസ്മാരപുരുഷൻ അഥവാ അജ്ഞതയുടെ പ്രതീകമാണ്. ജീവിതം സ്തംഭിച്ചു നിൽക്കുന്ന ഒന്നല്ല, അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ, ജോലി, ശരീരം, ചിന്തകൾ ഇതെല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും ആ മാറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. പഴയ കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് കരയുന്നു. എന്നാൽ ശിവന്റെ നൃത്തം നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റത്തെ ഭയപ്പെടരുത് എന്നാണ്. ശിവൻ സംഹാരത്തിന്റെ ദൈവമാണ്. പക്ഷേ ആ സംഹാരം തിന്മയല്ല. ഒരു മരം ഉണങ്ങിക്കരിഞ്ഞു വീഴുമ്പോഴാണ് അവിടെ പുതിയൊരു മുള പൊട്ടുന്നത്. നിന്റെ ഉള്ളിലെ പഴയ ചിന്തകളെയും ദുശ്ശീലങ്ങളെയും നശിപ്പിച്ചാൽ മാത്രമേ പുതിയൊരു നീ അവിടെ ജനിക്കുകയുള്ളൂ. ജീവിതം ഒരു നൃത്തമാണെന്ന് തിരിച്ചറിയുക. ചിലപ്പോൾ അത് വേഗതയുള്ളതാകാം, ചിലപ്പോൾ താളം തെറ്റാം. പക്ഷേ ആ നൃത്തം നിർത്തരുത്. മാറ്റം കഠിനമായിരിക്കാം, പക്ഷേ അത് അത്യാവശ്യമാണ്. ശിവൻ നൃത്തം ചെയ്യുന്നത് ആ മാറ്റത്തിന്റെ മനോഹാരിതയിലാണ്. അദ്ദേഹം തന്റെ ഓരോ ചലനത്തിലൂടെയും നമ്മോട് പറയുന്നതിതാണ്: ഒന്നിനെയും പിടിച്ചു നിർത്തരുത്, എല്ലാം ഒഴുകിപ്പോകട്ടെ. ആ ഒഴുക്കിനൊപ്പം നീയും ചുവടുവയ്ക്കുക. ഇവിടെയാണ് ജീവിതത്തിലെ അഞ്ചാമത്തെ പാഠം. നാശമെന്നത് ഒരന്ത്യമല്ല, മറിച്ച് അത് പുതിയൊരു തുടക്കത്തിലേക്കുള്ള വാതിലാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നീ പരാജയപ്പെട്ടു എന്ന് കരുതരുത്. അത് നിനക്ക് മികച്ചത് നൽകാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരുക്കമായിരിക്കാം. പഴയ മതിൽ തകർന്നാൽ മാത്രമേ പുതിയൊരു വീട് പണിയാൻ കഴിയൂ. അതുപോലെ നിന്റെ അഹങ്കാരവും അജ്ഞതയും ഭയവും ശിവന്റെ താണ്ഡവത്തിൽ എരിഞ്ഞടങ്ങട്ടെ. താണ്ഡവത്തിന്റെ അവസാനം ശിവൻ ശാന്തനാകുന്നു. പ്രപഞ്ചം വീണ്ടും പുതുമയോടെ ജനിക്കുന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു നൃത്തമായി കാണാൻ പഠിക്കണം. വേദനകളെ ശക്തിയാക്കി മാറ്റണം, കണ്ണുനീരിനെ വിവേകമാക്കി മാറ്റണം. മാറ്റങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നവന് മാത്രമേ ഈ ലോകത്ത് സമാധാനമായി ജീവിക്കാൻ കഴിയൂ. ഓരോ ചുവടിലും പുതിയൊരു പാഠം പഠിക്കുക. ഓരോ വീഴ്ചയിലും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക. കൈലാസത്തിന്റെ ശുഭ്രമായ മഞ്ഞുപാളികളിൽ നിന്നും നമ്മളിപ്പോൾ നീങ്ങുന്നത് ഭയാനകമെന്ന് ലോകം കരുതുന്ന ഒരിടത്തേക്കാണ്. ശ്മശാനം. കത്തിയെരിയുന്ന ചിതകൾ, ചാരത്തിന്റെ മണം, നിലയ്ക്കാത്ത കാറ്റ്. അവിടെ ആ പുകപടലങ്ങൾക്കിടയിൽ ശിവൻ ശാന്തനായിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രപഞ്ചനാഥൻ ശ്മശാനത്തെ തന്റെ വാസസ്ഥലമാക്കിയത്? ഭയവും ദുഃഖവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് ഒരാൾക്കെങ്ങനെ ഇത്രയും നിർമ്മമനായിരിക്കാൻ കഴിയും? നമുക്ക് ശ്മശാനമെന്നാൽ അന്ത്യമാണ്, പക്ഷേ ശിവന് അത് സത്യത്തിന്റെ വെളിപാടാണ്. ലോകം മുഴുവൻ ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയാണോ, ധനം, പ്രശസ്തി, അധികാരം, അതെല്ലാം ഒരു പിടി ചാരമായി മാറുന്ന ഇടമാണ് ശ്മശാനം. അവിടെ ഇരുന്നുകൊണ്ട് ശിവൻ നമ്മോട് പറയുന്നത്: നിന്റെ വികാരങ്ങളെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്നെ ദഹിപ്പിക്കും. ഭയത്തെയും അറപ്പിനെയും മറികടന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിന്റെ സാരം മനസ്സിലാക്കാൻ കഴിയൂ. ശിവന്റെ കയ്യിലെ ത്രിശൂലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു: സത്വം, രജസ്, തമസ്. നമ്മുടെ ഉള്ളിലെ ശാന്തതയും ആവേശവും അലസതയും. ഈ 3നെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയവനാണ് അദ്ദേഹം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ആകാശം മുട്ടെ ഉയരുന്നു. സങ്കടം വരുമ്പോൾ അഗാധമായ കുഴിയിലേക്ക് വീഴുന്നു. ഒരു ചെറിയ പരിഹാസം മതി നമ്മുടെ സമാധാനം കെടുത്താൽ. എന്നാൽ ശിവൻ ഇതിനെല്ലാം അതീതനാണ്. സതിയുടെ വേർപാടിൽ അദ്ദേഹം അത്യധികം ദുഃഖിച്ചു. എന്നാൽ ആ ദുഃഖം അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം ആ വികാരത്തെ തന്റെ തപസ്സിലേക്ക് മാറ്റി. ഇവിടെയാണ് ജീവിതത്തിന്റെ 6ാമത്തെ പാഠം. വികാരങ്ങൾ നിന്റെ ഉള്ളിലുണ്ടാകാം, പക്ഷെ നീ വികാരങ്ങൾക്കടിമയാകരുത്. നിന്റെ മനസ്സ് ഒരു വലിയ ആകാശം പോലെയാകണം. അവിടെ മേഘങ്ങൾ വരും, മഴ പെയ്യും, കാറ്റുവീശും. പക്ഷെ ആകാശം എന്നും മാറാതെ നിൽക്കുന്നു. നിന്റെ ഉള്ളിലെ ആ സാക്ഷിയാകാൻ പഠിക്കുക. പുറത്തെ ബഹളങ്ങൾ നിന്റെ ആന്തരികമായ ശാന്തതയെ സ്പർശിക്കരുത്. ജീവിതം നിനക്ക് നേരെ കല്ലെറിയുമ്പോൾ നീയൊരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോകരുത്. പകരം ആ കല്ലുകളെ നിന്റെ ഇരിപ്പിടമാക്കി മാറ്റണം. ശിവൻ ശ്മശാനത്തിലിരിക്കുന്നത് കാണിച്ചു തരുന്നത് ഏറ്റവും മോശമായ സാഹചര്യത്തിലും നിനക്ക് സമാധാനം കണ്ടെത്താം എന്നാണ്. നമ്മൾ പലപ്പോഴും നല്ല സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. എല്ലാം ശരിയായാൽ ഞാൻ സന്തോഷമായിരിക്കും എന്ന് കരുതുന്നു. എന്നാൽ ശിവൻ പഠിപ്പിക്കുന്നത്: നീ സന്തോഷമായിരിക്കുക,
അപ്പോൾ എല്ലാം ശരിയാകും എന്നാണ്. നിനക്ക് ചുറ്റും ലോകം കത്തിയെരിയുമ്പോഴും നിന്റെ ഉള്ളിൽ മഞ്ഞുമൂടിയ കൈലാസത്തിന്റെ തണുപ്പ് സൂക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നീ ജീവിതം വിജയിച്ചു. വികാരങ്ങളെ അടിച്ചമർത്തുകയല്ല, മറിച്ച് അവയെ തിരിച്ചറിയുകയും അവയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുക. ശാന്തത എന്നത് ശബ്ദമില്ലാത്ത ഒരിടത്തിരിക്കലല്ല, മറിച്ച് വലിയ ശബ്ദങ്ങൾക്കിടയിലും നിന്റെ മനസ്സിനെ നിശ്ശബ്ദമാക്കാൻ കഴിയുന്നതാണ്. ഹിമാലയത്തിന്റെ വെളുത്ത മഞ്ഞുപാളികൾക്കിടയിൽ ഒരു വിചിത്രവുമെന്നാൽ അതിമനോഹരവുമായ രൂപം തെളിയുന്നു. ഒരു വശത്ത് നീലിച്ച ശരീരവും ജടയും സർപ്പങ്ങളും നിറഞ്ഞ പുരുഷരൂപം, മറുവശത്ത് പട്ടുടുത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കരുണ തുളുമ്പുന്ന പാർവതീരൂപം. ഇതാണ് അർദ്ധനാരീശ്വരൻ. ശിവനും ശക്തിയും വെവ്വേറെയല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മഹാദർശനം. പ്രകൃതിയും പുരുഷനും, ശക്തിയും ശാന്തതയും, സൃഷ്ടിയും നിലനിൽപ്പും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചം പൂർണ്ണമാകുന്നുള്ളൂ എന്ന ആ രൂപം നമ്മോട് വിളിച്ചു പറയുന്നു. ഒരാൾ മറ്റൊരാളേക്കാൾ വലുതോ ചെറുതോ അല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ പലപ്പോഴും ലോകത്തെ വിഭജിച്ചു കാണാൻ ഇഷ്ടപ്പെടുന്നു. സ്ത്രീയും പുരുഷനും, ശരിയും തെറ്റും, വെളിച്ചവും ഇരുട്ടും, ഇങ്ങനെയെല്ലാം വേറിട്ടു നിൽക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ശിവന്റെ ഈ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ വൈരുദ്ധ്യങ്ങൾക്കുമപ്പുറത്ത് ഒരു വലിയ ഐക്യമുണ്ടെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ശിവനും ഒരു ശക്തിയുമുണ്ട്. കഠിനാധ്വാനം ചെയ്യാനും തീരുമാനങ്ങളെടുക്കാനുമുള്ള കരുത്ത് ശിവനാണെങ്കിൽ, സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള മൃദുലത ശക്തിയാണ്. ഒരാളിൽ ഈ രണ്ട് ഗുണങ്ങളും തുല്യമായിരിക്കുമ്പോൾ മാത്രമേ അയാൾ ഒരു പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ. കരുത്തുണ്ടായിട്ടും കരുണയില്ലാത്തവൻ ക്രൂരനാകുന്നു. കരുണയുണ്ടായിട്ടും കരുത്തില്ലാത്തവൻ ദുർബലനാകുന്നു. ശിവൻ തന്റെ പാതി ശരീരം പാർവതിക്ക് നൽകിയതുവഴി കാണിച്ചു തരുന്നത് ആദരവിന്റെ ഏറ്റവും വലിയ പാഠമാണ്. തന്റെ കൂടെയുള്ള വ്യക്തിയെ തന്റെ താഴെയല്ല, മറിച്ച് തന്റെ തന്നെ ഭാഗമായി കാണുക. നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത് നമ്മൾ ഞാൻ എന്ന ഭാവത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ എന്ന ഭാവത്തിലേക്ക് മാറുമ്പോൾ അവിടെ അർദ്ധനാരീശ്വര തത്വം ഉദിക്കുന്നു. പങ്കാളിയെ ബഹുമാനിക്കുന്നതും അവരുടെ ചിന്തകൾക്ക് വില നൽകുന്നതും വെറുമൊരു മര്യാദയല്ല, അത് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടെയാണ് ജീവിതത്തിലെ ഏഴാമത്തെ പാഠം. പൂർണ്ണതയെന്നത് മറ്റൊരാളെ കീഴടക്കലല്ല, മറിച്ച് മറ്റൊരാളുമായി ലയിച്ചു ചേരലാണ്. ജീവിതത്തിൽ നീ എത്ര വലിയവനായാലും നിന്റെ ഉള്ളിലെ സ്ത്രീത്വത്തെയും കരുണ, സ്നേഹം, പുരുഷത്വത്തെയും കരുത്ത്, ധൈര്യം ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. പുരുഷൻ കരയുന്നത് ബലഹീനതയല്ല, സ്ത്രീ പോരാടുന്നത് അഹങ്കാരവുമല്ല. ഇവ രണ്ടും ചേരുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ അവരിലെ ദൈവീകതയെ അംഗീകരിക്കുക. വിവേചനങ്ങളില്ലാത്ത ഒരു മനസ്സു വളർത്തിയെടുക്കുക. ശിവൻ പാർവതിയെ തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കിയതുപോലെ നീയും ലോകത്തെ നിന്റെ ഭാഗമായി കാണാൻ തുടങ്ങുമ്പോൾ നിന്റെ ഉള്ളിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നു. സമത്വം എന്നത് നിയമപുസ്തകങ്ങളിലുണ്ടാകേണ്ട ഒന്നല്ല, അത് നിന്റെ ഹൃദയത്തിൽ വിരിയേണ്ട സത്യമാണ്. കൈലാസത്തിന്റെ അഗാധമായ മൗനത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങുകയാണ്. അവിടെ ശിവൻ കഠിനമായ തപസ്സിലാണ്. ആ തപസ്സിനെ ഭംഗപ്പെടുത്താൻ പ്രണയത്തിന്റെ ദേവനായ കാമദേവൻ തന്റെ പുഷ്പബാണങ്ങൾ തൊടുത്തു. ലോകത്തിന്റെ ലൗകിക സുഖങ്ങളിലേക്ക് ശിവനെ ഉണർത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പെട്ടെന്ന് ശാന്തമായ മുഖത്ത് ഒരു മാറ്റം സംഭവിച്ചു. ശിവന്റെ നെറ്റിത്തടത്തിലെ മൂന്നാം കണ്ണ് പതുക്കെ തുറന്നു. അവിടെ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാല കാമദേവനെ ഭസ്മമാക്കി മാറ്റി. ഇത് വെറുമൊരു കോപത്തിന്റെ കഥയല്ല, നമ്മെ ഓരോരുത്തരെയും തുറിച്ചുനോക്കുന്ന ഒരു വലിയ സത്യമാണ്. നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ആഗ്രഹങ്ങളും മോഹങ്ങളും വിവേകത്തിന്റെ വെളിച്ചത്തിൽ ദഹിപ്പിച്ചു കളയണം എന്ന പാഠം. നമ്മുടെ രണ്ടു കണ്ണുകൾ പുറത്തെ ലോകത്തെ കാണുന്നു, മനോഹരമായ കാഴ്ചകൾ, വസ്തുക്കൾ, വ്യക്തികൾ. എന്നാൽ മൂന്നാം കണ്ണ് ഉള്ളിലേക്ക് നോക്കാനുള്ളതാണ്. പുറത്തെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കാം, പക്ഷേ ഉള്ളിലെ കണ്ണ് തുറന്നാൽ സത്യമെന്താണെന്ന് നീ തിരിച്ചറിയും. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കാണുന്നതാണ് സത്യമെന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നമ്മെ ചതിക്കാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ കാണുന്ന ലോകമല്ല സമാധാനമായിരിക്കുമ്പോൾ കാണുന്നത്. സങ്കടം വരുമ്പോൾ പ്രകാശമുള്ള പകൽ പോലും ഇരുട്ടായി തോന്നും. ഇതിനർത്ഥം
നമ്മുടെ പുറത്തെ കണ്ണുകൾ നമ്മുടെ വികാരങ്ങൾക്കടിമയാണെന്നാണ്. ശിവന്റെ മൂന്നാം കണ്ണ് വിവേകത്തെ സൂചിപ്പിക്കുന്നു, വികാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള ശുദ്ധമായ അറിവ്. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ പരിഭ്രാന്തനാകാതെ നിന്റെ ഉള്ളിലെ ആ മൂന്നാം കണ്ണ് തുറക്കാൻ ശ്രമിക്കുക. അപ്പോൾ നീ കാണുന്നത് പ്രശ്നങ്ങളെയല്ല, മറിച്ച് ആ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെയും അവയ്ക്കുള്ള പരിഹാരങ്ങളെയുമായിരിക്കും. കാമദേവൻ ഭസ്മമായത് മോഹം അവസാനിച്ചതുകൊണ്ടല്ല, മറിച്ച് ആ മോഹം വിവേകത്തിന് വഴിമാറിയതുകൊണ്ടാണ്. നിന്റെ ജീവിതത്തിലെ അനാവശ്യമായ ആഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അവയെ വിവേകത്തിന്റെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം നിറയും. ഇവിടെയാണ് ജീവിതത്തിലെ 8ാമത്തെ പാഠം. പുറത്തെ കാഴ്ചകളേക്കാൾ നിന്റെ ഉള്ളിലെ കാഴ്ചയ്ക്ക് വില നൽകുക. ലോകം നിന്നെക്കുറിച്ചെന്തു പറയുന്നു എന്നതിനേക്കാൾ നിനക്ക് നിന്നെക്കുറിച്ചെന്തറിയാമെന്നതാണ് പ്രധാനം. നിന്റെ മൂന്നാം കണ്ണ് തുറക്കുക എന്നർത്ഥം നിന്റെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയുക എന്നാണ്. ആരും കാണാത്തതിന്റെ കഴിവുകളെ, നിന്റെ ബലഹീനതകളെ, നിന്റെ ലക്ഷ്യങ്ങളെ നീ കാണണം. തിരക്കുകൾക്കിടയിൽ, ബഹളങ്ങൾക്കിടയിൽ ഒരു നിമിഷം നിശ്ചലനാവുക. നിന്റെ ശ്വാസത്തിലേക്ക് നോക്കുക, നിന്റെ ചിന്തകളെ നിരീക്ഷിക്കുക. അപ്പോൾ നീ അറിയും, നീ വെറുമൊരു ശരീരമല്ല, മറിച്ച് അനന്തമായ അറിവിന്റെ ഒരു ഭാഗമാണെന്ന്. മൂന്നാം കണ്ണു തുറക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ തപ്പില്ല, കാരണം അവന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഭയമില്ലാത്ത, സംശയങ്ങളില്ലാത്ത ആ അവസ്ഥയാണ് യഥാർത്ഥ ജ്ഞാനം. കൈലാസത്തിന്റെ ഉച്ചിയിൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ആകാശഗംഗയെ നോക്കി ശിവനിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പേര് മഹാകാലൻ എന്നാണ്. കാലത്തെയും സമയത്തെയും സൃഷ്ടിച്ചവൻ, കാലത്തിനപ്പുറം നിൽക്കുന്നവൻ. നമ്മൾ ഓരോ നിമിഷവും സെക്കൻഡ് സൂചികളെ നോക്കി വേവലാതിപ്പെടുമ്പോൾ ശിവൻ അനന്തതയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്നു. കാലമെന്നത് മനുഷ്യനൊരു ചങ്ങലയാണ്. പ്രായമാകുന്നതിനെക്കുറിച്ചും സമയം കടന്നുപോകുന്നതിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ ശിവന്റെ ഡമരുവിൽ നിന്നുമുയരുന്ന ഓരോ നാദവും ഓരോ യുഗങ്ങളുടെ ജനനവും മരണവുമാണ്. അവിടെ സമയത്തിന് വേഗതയില്ല, പകരം ഒരു താളം മാത്രമേയുള്ളൂ. മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുന്നു. എന്നാൽ ശിവൻ മരണത്തിന്റെ ദേവനായ യമനെപ്പോലും തന്റെ ഭക്തനായ മാർക്കണ്ഡേയനു വേണ്ടി നിയന്ത്രിച്ചവനാണ്. മരണമെന്നതൊരവസാനമല്ല, മറിച്ച് ഒരു വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ധരിക്കുന്നതുപോലെയുള്ള ലളിതമായൊരു മാറ്റമാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മരണത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്? കാരണം നമ്മൾ ഈ ശരീരത്തോടും ഈ ലോകത്തോടും അമിതമായി ഒട്ടിനിൽക്കുന്നു. ശിവൻ തന്റെ കഴുത്തിൽ തലയോട്ടിമാലകൾ അണിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കാണാൻ ഭയാനകമായി തോന്നാം, പക്ഷേ അതിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഓരോ തലയോട്ടിയും കടന്നുപോയ ഓരോ ജീവിതങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്നു നീ കാണുന്ന ഈ ശരീരം നാളെ ചാരമാകും, പക്ഷേ നിന്റെ ആത്മാവ് എന്നും നിലനിൽക്കും എന്ന വലിയ സത്യമാണ് ആ മാല നമ്മോട് പറയുന്നത്. മരണത്തെ ഒരു ശത്രുവായി കാണാതെ ജീവിതത്തിന്റെ സ്വാഭാവികമായൊരു പരിണാമമായി കാണാൻ പഠിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും അലിഞ്ഞുപോകുന്നു. ശിവൻ മൃത്യുഞ്ജയനാണ്, മരണത്തെ ജയിച്ചവൻ. മരണത്തെ ജയിക്കുക എന്നാൽ മരിക്കാതിരിക്കുക എന്നല്ല, മറിച്ച് മരണത്തെക്കുറിച്ചുള്ള ഭയത്തെ ഇല്ലാതാക്കുക എന്നാണ്. നീ നിന്റെ ഉള്ളിലെ മാറ്റമില്ലാത്ത ആ ചൈതന്യത്തെ തിരിച്ചറിയുമ്പോൾ നിനക്ക് കാലത്തെയും മരണത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ കഴിയും. ഇവിടെയാണ് ജീവിതത്തിലെ 9ാമത്തെ പാഠം. ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കുക, കാരണം കാലം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിന്നെ ദുഃഖിപ്പിക്കാനല്ല, മറിച്ച് നിന്റെ ജീവിതത്തെ കൂടുതൽ മൂല്യമുള്ളതാക്കാനാണ്. ഓരോ ദിവസവും നിനക്കു ലഭിക്കുന്ന ഒരു സമ്മാനമാണെന്ന് കരുതുക. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ ഇന്നത്തെ സമാധാനം കളയരുത്. ശിവൻ കാലഭൈരവനായി വരുമ്പോൾ അത് ശിക്ഷിക്കാനല്ല, മറിച്ച് നിന്നെ നിന്റെ അജ്ഞതയിൽ നിന്നുണർത്താനാണ്. നിന്റെ ജീവിതം ഒരു കഥ പോലെയാണ്. അതിനൊരു തുടക്കവും അടുക്കവുമുണ്ട്. എന്നാൽ ആ കഥയിലെ നീ എന്ന സത്യത്തിന് അവസാനമില്ല. മരണമില്ലാത്ത ആ അറിവിലേക്ക് നീ ഉണരുമ്പോൾ നീയും ഒരു മഹാകാലനായി മാറുന്നു. ജീവിതം സന്തോഷത്തോടെ അനുഭവിക്കുക. പോകേണ്ട സമയം വരുമ്പോൾ ഒന്നിനോടും പരിഭവമില്ലാതെ പടിയിറങ്ങുക. ആ ശാന്തതയാണ് ശിവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു, കൈലാസത്തിന്റെ ആ മഞ്ഞുമൂടിയ നിശബ്ദതയിലേക്ക്. ഇവിടെ കാറ്റില്ല, പക്ഷികളുടെ ശബ്ദമില്ല, ലോകത്തിന്റെ ബഹളങ്ങളൊന്നുമില്ല. ഇവിടെ ശിവൻ തന്റെ വിശ്വരൂപം വെടിഞ്ഞ് ഒരു സാധാരണ യോഗിയായിരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ കേട്ട പാഠങ്ങളെല്ലാം
ആ വലിയ മൗനത്തിൽ ലയിച്ചു ചേരുകയാണ്. ശിവൻ എന്തുകൊണ്ടാണ് മൗനിയായിരിക്കുന്നത്? കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. സ്നേഹത്തെക്കുറിച്ച് 1000 പുസ്തകങ്ങൾ വായിച്ചാലും ഒരാളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ആ അനുഭവം വാക്കുകൾക്കതീതമാണ്. അതുപോലെയാണ് ദൈവവും സത്യവും. ശിവന്റെ ഈ മൗനം ഒരു ശൂന്യതയല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനവും നിറഞ്ഞ ഒരു പൂർണ്ണതയാണ്. നമ്മൾ ഉത്തരങ്ങൾക്കായി പുറത്തു തിരയുമ്പോൾ ശിവൻ തന്റെ വിരലുകൾ കൊണ്ട് ചിന്മുദ്ര കാട്ടി നമ്മോട് പറയുന്നു, ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ പലപ്പോഴും തീർത്ഥാടനങ്ങൾ പോകുന്നു, മലകൾ കയറുന്നു, നദികളിൽ മുങ്ങുന്നു. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ യഥാർത്ഥ കൈലാസം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലാണ്. അവിടെയാണ് ശിവൻ ധ്യാനിച്ചിരിക്കുന്നത്. പുറത്തെ ലോകത്തെ മായകളെയും ബന്ധനങ്ങളെയും അഴിച്ചുമാറ്റി നിന്റെ ഉള്ളിലേക്ക് നീ നോക്കുമ്പോൾ അവിടെ നീ നിന്നെ തന്നെ കണ്ടെത്തുന്നു. ശിവൻ പഠിപ്പിച്ച 10 പാഠങ്ങളും നിശബ്ദത, ത്യാഗം, വിനയം, ലാളിത്യം, മാറ്റം, വികാരനിയന്ത്രണം, സമത്വം, വിവേകം, കാലബോധം ഇതെല്ലാം ചേരുമ്പോൾ നിന്റെ ഉള്ളിലൊരു വലിയ ശാന്തത ജനിക്കുന്നു. ആ ശാന്തതയാണ് ശിവം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ ഈ മഞ്ഞുമൂടിയ കൈലാസത്തെ ഓർക്കുക. നിന്റെ ഉള്ളിലെ ആ കല്ലുപോലെയുള്ള നിശ്ചലതയെ ഓർക്കുക. ലോകത്തിന് നിന്റെ ശരീരത്തെ തകർക്കാൻ കഴിയേക്കാം, പക്ഷേ നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലുള്ള ആ ശിവത്വത്തെ സ്പർശിക്കാൻ ഒന്നിനും കഴിയില്ല. ഇവിടെയാണ് ജീവിതത്തിലെ അവസാനത്തെയും ഏറ്റവും വലിയ പാഠവും. നീ അന്വേഷിക്കുന്ന ആ മഹാശക്തി നീ തന്നെയാണ്. ശിവൻ നമ്മോട് പറയുന്നത് അദ്ദേഹത്തെ ആരാധിക്കാനല്ല, മറിച്ച് അദ്ദേഹത്തെ പോലെ ആകാനാണ്. ശിവോഹം എന്ന മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ശിവനാകുന്നു എന്നാണ്. നിന്റെ ഉള്ളിലെ ദേഷ്യത്തെയും അഹങ്കാരത്തെയും നീ ദഹിപ്പിക്കുമ്പോൾ നീയും ശിവനായി മാറുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ നീ കരുണ കാണിക്കുമ്പോൾ നീയും നീലകണ്ഠനാകുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിന്റെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. ഇനി നീ കണ്ണു തുറക്കുമ്പോൾ നീ കാണുന്ന ലോകം പഴയതാകില്ല. ഓരോ മരത്തിലും, ഓരോ മനുഷ്യനിലും, ഓരോ തുള്ളി വെള്ളത്തിലും നീ ശിവന്റെ ചൈതന്യം കാണും. നിശബ്ദതയിൽ നീ നിന്റെ സംഗീതം കണ്ടെത്തട്ടെ. ഇരുട്ടിൽ നീ നിന്റെ വെളിച്ചം കണ്ടെത്തട്ടെ. കൈലാസത്തിലെ ആ മഹാദേവന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെയുണ്ടാകട്ടെ. ഈ നിമിഷം മുതൽ നീ ഒറ്റയ്ക്കല്ല. നിന്റെ ശ്വാസത്തിൽ, നിന്റെ ഹൃദയമിടിപ്പിൽ ആ മഹാകാലൻ നിന്റെ കൂടെ തന്നെയുണ്ട്.